ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ EWS സംവരണത്തെക്കുറിച്ചാണ്. EWS സംവരണം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന ജോലികളിൽ അപേക്ഷിക്കുമ്പോൾ EWS സംവരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെ? PSCയിൽ അപേക്ഷിക്കുമ്പോൾ EWS സംവരണം എന്ന് അപേക്ഷിക്കുകയും യെസ് എന്ന് കൊടുക്കുകയും പിന്നീട് EWS സംവരണത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷകൾ നിരസിക്കുമോ? നമ്മുടെ കയ്യിലുള്ള ഭൂപരിധി എത്രയാണ് EWSന് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടത്? അതുപോലെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നതിൽ കുടുംബത്തിലെ ഏതൊക്കെ അംഗങ്ങളെയാണ് കുടുംബാംഗങ്ങൾ എന്ന പരിധിയിൽ വരുന്നത് തുടങ്ങി EWSുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആർ ടി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS, ഫോർവേഡ് സബ്കാസ്റ്റ് ബ്രാക്കറ്റിൽ EWS എന്ന് PSC ലിസ്റ്റുകൾ മറ്റും നിങ്ങൾ കണ്ടിരിക്കും. 2019 വരെ ഇന്ത്യയിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് റിസർവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിനുമായി നൽകിയിരുന്നത് അന്ന് വരെ SC വിഭാഗത്തിന് 15%, ST 7.5%, OBC വിഭാഗത്തിന് 27% ആയിരുന്നു സംവരണം ഉണ്ടായിരുന്നത്. 2019 ജനുവരിയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തി. അതായത് സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% മിനിമം സംവരണം ഏർപ്പെടുത്തി. അതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ EWS സംവരണം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15(6) പ്രകാരം മൈനോറിറ്റി സ്റ്റാറ്റസ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആർട്ടിക്കിൾ 16(6) വഴി ഗവൺമെൻറ് ജോലികളിലും സംവരണം ഏർപ്പെടുത്തി. 2019 ഫെബ്രുവരി മാസത്തോടുകൂടി തന്നെ സെറ്റ് ഓഫ് റൂൾസ്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് വേണ്ടത് എന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുകയും 2019-20 ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും ചെയ്തു. ഇതിനെതിരെ വിവിധ കക്ഷികൾ സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ ഹർജികൾ നൽകി. 2022 നവംബറിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ആ വിധി നിലവിൽ വന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയായിരുന്നു അത്. ഇന്ത്യയിൽ EWS നടപ്പിലാക്കിക്കൊണ്ട് EWSനെതിരായ ഹർജികൾ തള്ളിക്കൊണ്ട് ആ വിധി വന്നു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്കും വിദ്യാഭ്യാസത്തിനുമായി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്കും വിദ്യാഭ്യാസത്തിനുമായി നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷത്തെ വരുമാനം, സാമ്പത്തിക വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 1 മുതൽ തൊട്ടടുത്ത മാർച്ച് 31 വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കുറവായിരിക്കണം. 8 ലക്ഷത്തിൽ കുറവായിരിക്കണം. അതുപോലെ നിങ്ങളുടെ കൃഷിഭൂമിയുടെ അളവ് 5 ഏക്കറിൽ കുറവായിരിക്കണം. റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആണെങ്കിൽ അത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം. മുനിസിപ്പൽ ഏരിയയിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ടിൻ്റെ അളവ് 100 സ്ക്വയർ യാർഡ് അഥവാ 900 സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം. റൂറൽ ഏരിയയിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ട് അത് 200 സ്ക്വയർ യാർഡ് അത് 1800 സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം. ഇത്രയാണ് കേന്ദ്ര സർക്കാർ ജോലികൾക്കും വിദ്യാഭ്യാസത്തിനുമായി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട മാനദണ്ഡങ്ങൾ. ഇനി സംസ്ഥാനത്ത് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട EWS സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ട മാനദണ്ഡങ്ങൾ നോക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷത്തിൽ 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. കൃഷിഭൂമി പഞ്ചായത്ത് ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ 2.5 ഏക്കറിൽ കുറവായിരിക്കണം. 2.5 ഏക്കർ പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ. നിങ്ങൾ താമസിക്കുന്നത് മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ കുടുംബത്തിൻ്റെ കൃഷിഭൂമി 75 സെൻറ്റിൽ താഴെയായിരിക്കണം. അത് നിങ്ങൾ കോർപ്പറേഷൻ ഏരിയയിലാണെങ്കിൽ 50 സെൻറ്റിൽ താഴെയായിരിക്കണം. നിങ്ങളുടെ ഹൗസ് പ്ലോട്ട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ 20 സെൻറ്റിൽ താഴെയും കോർപ്പറേഷൻ ഏരിയയിൽ 15 സെൻറ്റിൽ താഴെയുമായിരിക്കണം. ഇതാണ് കേരളത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി അപേക്ഷിക്കുമ്പോൾ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള മാനദണ്ഡം. 2024 ഡിസംബറിൽ ഈ ഓർഡറിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ഗവൺമെൻറ് പുതിയൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ടും അഗ്രികൾച്ചർ ലാൻഡും വേർതിരിക്കുന്നത് ഒരുമിച്ചാണുള്ളതെങ്കിൽ നിങ്ങളുടെ ടാക്സ് റെസീറ്റിൽ നിങ്ങൾക്ക് കാണുക, ഉദാഹരണത്തിന് 60 സെൻറ്റാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ കോർപ്പറേഷൻ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 50 സെൻറ്റ് നിങ്ങളുടെ ലാൻഡ് പാടുള്ളൂ. 60 സെൻറ്റ് നിങ്ങൾ അവിടെ വീടും കൂടി ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരം സെറ്റ് ബാക്ക് ഏരിയ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഏരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈനസ് ചെയ്തുകൊണ്ട് ബാക്കി ലാൻഡ് മാത്രമേ അഗ്രികൾച്ചർ ലാൻഡ് കൃഷിഭൂമിയായി പരിഗണിക്കുമെന്ന് വ്യക്തത വരുത്തിക്കൊണ്ടൊരു ഓർഡർ കേരള ഗവൺമെൻറ് 2024 ഡിസംബറിൽ പുറത്തിറക്കിയിട്ടുണ്ട്.
ആ ഓർഡർ പ്രകാരം ബിൽഡിംഗ് ഏരിയ, സെറ്റ് ബാക്ക് ഏരിയ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ബിൽഡിംഗ് റൂൾസിൽ പറഞ്ഞ വീടിൻ്റെ സാധാരണഗതിയിൽ ഒരു വീടിൻ്റെ മുൻവശത്ത്, പുറകുവശത്ത്, സൈഡിലൊക്കെ ഒഴിച്ചിടേണ്ട ഏരിയകളൊന്നും കൃഷിഭൂമിയായി പരിഗണിക്കാതെ ബാക്കിയുള്ള ഏരിയ മാത്രം കൃഷിഭൂമിയായി പരിഗണിച്ചുകൊണ്ടുള്ള ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനൊരു ഓർഡർ സംസ്ഥാന ഗവൺമെൻറ് ഇറക്കിയത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നുണ്ട്. കുടുംബം എന്നതിൽ ഡെഫിനിഷനിൽ ആരൊക്കെ ഉൾപ്പെടും എന്നത് പലരുടെയും സംശയമാണ്. അതായത് ഒരു കുടുംബം എന്ന് പറഞ്ഞത് ഒരു അപ്ലിക്കൻറ്റ്, ഒരു അപേക്ഷ സമർപ്പിക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അപേക്ഷിക്കുന്നവരുടെ പാരൻസ്, അച്ഛൻ, അമ്മ അവരുടെ കുടുംബത്തിൽ വരുന്നതാണ്. അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ വരുമാനം ഈ EWS സംവരണത്തിൻ്റെ പരിധിയിൽ വരും. അതുപോലെ അപേക്ഷിക്കുന്നവരുടെ സ്പൗസ്, അതായത് ഭാര്യയോ ഭർത്താവോ കുടുംബത്തിൻ്റെ പരിധിയിൽ വരും. വിവാഹിതരല്ലാത്ത ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരങ്ങൾ, സഹോദരിമാർ, വിവാഹിതരല്ലാത്തവർ ഇവരുടെ കുടുംബത്തിൻ്റെ പരിധിയിൽ വരും. വിവാഹിതരല്ലാത്ത മക്കൾ ഇവരുടെ പരിധിയിൽ വരും. അതായത് അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, വിവാഹിതരല്ലാത്ത മക്കൾ, വിവാഹിതരല്ലാത്ത സഹോദരങ്ങൾ. ഇങ്ങനെ വരുമ്പോൾ പലർക്കും സംശയങ്ങൾ വരാം. അതായത് ഒരു പെൺകുട്ടി അവൾ വിവാഹിതയായി ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അവർ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ വീട്ടിൽ താമസിക്കുന്നു. അവർക്ക് ഒരു EWS സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ആരൊക്കെ അവരുടെ കുടുംബത്തിൻ്റെ പരിധിയിൽ വരും? അച്ഛനും അമ്മയും വരുമോ? അവർ വിവാഹിതരല്ലേ എന്നുള്ള സംശയം വരും. EWSൻ്റെ ഡെഫിനേഷനിൽ, കുടുംബത്തിൻ്റെ ഡെഫിനേഷനിൽ അതെല്ലാം വരും. അച്ഛൻ, അമ്മ വരും. അവരുടെ വിവാഹിതരല്ലാത്ത ബ്രദേഴ്സും സിസ്റ്റേഴ്സും, സഹോദരന്മാരും സഹോദരിമാരും വരും. അവരുടെ മക്കൾ വരും. ഇവരുടെയൊക്കെ മൊത്തം വരുമാനമാണ് പരിഗണിക്കുക. ഇനി മറ്റൊരു കാര്യം, അതായത് നിങ്ങളുടെ ഏതൊക്കെ വരുമാനമാണ് EWS സംവരണ പരിധിയിൽ വരുന്നത്? കൃഷി ഭൂമിയിൽ നിന്നുള്ള വരുമാനം വരും, പ്രൊഫഷണൽ വരും, എല്ലാ വിധത്തിലുള്ള വരുമാനങ്ങളും ഇതിൽ പരിഗണിക്കും. അതാണ് സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാനത്തിൽ അപേക്ഷിക്കുന്ന നമ്മൾ പറയുന്ന 4 ലക്ഷം, ആ പരിധിയിൽ താഴെയുള്ളവർക്കാണ് ഈ സംവരണത്തിന് അർഹത എന്നുള്ളത്. ഇനി അവസാനമായി നിങ്ങൾ PSCയിൽ അപേക്ഷിക്കുമ്പോൾ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അർഹതയുണ്ട്, യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. EWS അർഹനാണ് എന്ന് കൊടുത്തു. PSCയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നിങ്ങൾ ഒരു PSC പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് മുമ്പായിട്ട്, ഷോർട്ട് ലിസ്റ്റിൽ എത്രയാണോ പേർ ഉൾപ്പെടേണ്ടത് അവർക്കൊക്കെ PSC ഒരു മെസ്സേജ് അയക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ. ഈ സമയത്ത് നിങ്ങൾ EWSന് യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. PSCയിൽ എപ്പോഴും അപേക്ഷിക്കുമ്പോൾ നമ്മളൊരു സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. സത്യസന്ധമായ വിവരങ്ങളാണ് PSC അറിയിക്കുന്നതെന്ന്. അതുകൊണ്ട് സത്യസന്ധമായ വിവരങ്ങൾ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു തവണ നിങ്ങൾ EWS യെസ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ EWS കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, നിങ്ങളുടെ വരുമാന പരിധിയോ കാര്യങ്ങളൊക്കെ ഇതിന് ഉൾക്കൊള്ളും എന്ന പരിധിയിൽ നിങ്ങൾ EWS എന്ന് യെസ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട മെസ്സേജ് വന്ന സമയത്ത് EWS സർട്ടിഫിക്കറ്റുകൾ എനിക്ക് കിട്ടാതെയായി, EWS ഇല്ല, ആ സമയത്തിന് മുമ്പായിട്ട് മറ്റെന്തോ ജോലി കിട്ടി, വരുമാന പരിധിക്ക് പുറത്തുപോയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപേക്ഷകൾ നിരസിക്കുമോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു അഫിഡവിറ്റ് കൊടുത്താൽ മതി. അതായത് എന്നെ EWS സംവരണ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് EWS അർഹനായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് EWSന് അർഹനല്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഇതോടുകൂടി അപേക്ഷയോടുകൂടി നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള മാർക്കുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. ഇത്രയാണ് ഈ കാര്യത്തിൽ EWS സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ പരമാവധി അറിവുകൾ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.